ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? ആ മൊയ്തീൻ ഉണ്ടല്ലോ വേതാളം, അവനങ്ങനെ നമ്പണ്ട, കള്ളനാ. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ്? നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്ന്. നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് ആരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട്. പക്ഷെ അത് നമ്മൾ ആധികാരികമായ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല. കാരണം സിനിമയില്ല. അത് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. ഇത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ആണ്. അതായത് അവസരമില്ലാതിരുന്നപ്പോ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്ന് അങ്ങനെ ഒരാളല്ല പ്രേംനസീർ. ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി, എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി, എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ, എന്നാലേ അതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നു.